സർവീസ് കാലയളവിൽ തവണകളായോ വിരമിക്കുന്ന സമയത്തൊരു നിശ്ചിത തുക ഒരുമിച്ച് ഒടുക്കിക്കൊണ്ട് പ്രസ്തുത പദ്ധതിയിൽ അംഗമാകുന്ന ജീവനക്കാർക്ക് മുഴുവൻ തുകയും ഒടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത മാസം മുതൽ മാസം തോറും ഒരു നിശ്ചിത തുക ജീവനക്കാരിയുടെ മരണം വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവാനന്ദ പദ്ധതിയെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. ശ്രീ സി എച്ച് കുഞ്ഞമ്പു ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സർ, ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുമായി വേണ്ടത്ര കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? വിരമിച്ചതിന് ശേഷം നല്ല വരുമാനം ലഭിക്കുന്ന സ്കീമാണെങ്കിൽ ജീവനക്കാർ സർവാത്മന ഇതിനെ പിന്തുണക്കുമല്ലോ. നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഏജൻസി വേണം. ഏത് ഏജൻസിയാണ് ജീവാനന്ദം പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ഏജൻസി മറ്റേതെങ്കിലും സ്കീമുകൾ ഇതുപോലെ നടപ്പിലാക്കുന്നുണ്ടോ? മിനിസ്റ്റർ. ജീവാനന്ദം പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ചോദിച്ചത്. നടപ്പിലാക്കുന്ന ഏജൻസി അത് സാർ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നിലവിൽ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഒരു പദ്ധതിയിലും ആനുവിറ്റി മോഡില്ല. നമുക്ക് ധാരാളം പദ്ധതികളുണ്ട് സാർ. നമ്മുടെ വകുപ്പ് നടത്തുന്ന കുറേയേറെ പദ്ധതികളുണ്ട്. അതിനകത്ത് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് SLI ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഒരുമ പദ്ധതി, മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പദ്ധതി സാർ ഇതുമായി നമ്മുടെ പദ്ധതിയിൽ പെൻഷൻ ആനുകൂല്യമില്ലാത്ത, വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, പരിശോധനയാണ്. അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണം അടച്ച് കൃത്യമായിട്ട് ആനുവിറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്. പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് സംബന്ധിച്ച് പഠിക്കുന്നതിന് ആക്ച്വറിയൽസ് ഉണ്ട്, ആക്ച്വറിയൽ സയൻസ് ഉണ്ട്. ആക്ച്വറിയെ ഏൽപ്പിച്ച് അവരുടെ പഠനം എടുത്ത് അതുവഴി കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കി വരുമ്പോൾ താല്പര്യമുള്ളവർക്ക് ചേരാം. സാർ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് പൊതുവിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ സഹകരണ മേഖലയിലും യൂണിവേഴ്സിറ്റിയിലുള്ളവരെ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പൊതുമേഖലയിലും ഉള്ളവരെ ചില പദ്ധതികൾ ചേർത്തിട്ടുണ്ട്. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഒന്നും ഇതേപോലുള്ള പെൻഷനില്ല, ആനുവിറ്റി ഇല്ല. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ഒരു ആനുവിറ്റി സമ്പ്രദായം കിട്ടുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ആലോചിച്ചിട്ടുള്ളത്.